നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, ഇടപെടണേ, സംസാരിക്കണേ കർത്താവെ. വചനം പറയുമ്പോൾ കേൾക്കുന്നവർ അത് തുല്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം ഇവരിലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരുവൻ പോലും നഷ്ടപ്പെടുത്തുന്ന കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളാൽ ദമേ നീ മറച്ചു കിട്ടുവാൻ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദമേ ഈ വചനത്തിൻ്റെ നാവിനോട് കൂടെ നീ ഇരിക്കണമേ കർത്താവെ. പറയുമ്പോൾ പരിശുദ്ധ അഭിഷേകം കൊണ്ട് ശുദ്ധിയുള്ളതായി വചനം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ തക്കോണം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവെ. എൻ്റെ കുറവുകളെപ്പറ്റി ഓർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഇതിനുമേൽ നീട്ടണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. അവൻ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുത്തിന് 2 വേറൊരുത്തിന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു. 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ചിട്ട് യജമാനൻ്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിനു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരോടുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ചു. യജമാനെ 5 താലന്ത് മാനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ, താല്പര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു. നിന്റെ യജമാനൻ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു. നിന്റെ യജമാനൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു. കഠിന ഹൃദയനാണ് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായത് ആ ഭൃത്യാ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുകയും വിതറാത്തതിനു ശേഷം ശേഖരിക്കുകയും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടിയിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. 5 താലന്ത് കൊടുത്തവൻ തമ്പുരാൻ താലന്തിൻ്റെ ഉപ പറഞ്ഞ് 5 താലന്തുള്ളവൻ 5 കൂടുണ്ടാക്കി. വേറെ 2 ഉള്ളവൻ 4 ആക്കി. 1 ഉള്ളവൻ കുഴിച്ചിട്ടു. ഇന്ന് നമ്മൾ വചനം പറയുന്നവരുടെയും ദൈവത്തിൻ്റെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മക്കളെല്ലാം ഇങ്ങനെ തന്നെ. ആദ്യം കേൾക്കും, നല്ലോണം ചെയ്ത് കളയും, ഞാൻ അങ്ങനെ 2 ദിവസത്തേക്ക്, 3-ാം ദിവസം പിന്നെയും പഴയ പോലെ ആകും. അതല്ല ദൈവം തമ്പുരാൻ്റെ വചനം പറയുന്നത്. നിങ്ങളെ താലന്ത് നമുക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വിതയ്ക്കണമെന്ന് തമ്പുരാൻ അറിയാം. അത് സാത്താൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പിന്നെ അവസാനം ആദ്യം കൊടുത്തതല്ല നമുക്ക് വേണ്ടിയത്. ആ താലന്ത് 5 ഉള്ളവൻ 10 ആക്കി. എന്നാൽ 10 ഉള്ളവൻ പറയുന്നത് എന്തുവാ? 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു. ദൈവത്തിൻ്റെ വേല നമ്മൾ ചെയ്യണം. വ്യാപാരം ദൈവത്തിങ്കിലേക്ക് നയിക്കണം, ദൈവത്തിങ്കിലേക്ക് പ്രകാശിക്കണം. കർത്താവ് എന്താ പറഞ്ഞത്? വയലിൽ വേലക്കാരെ ചുരുക്കം, വേല ധാരാളമായാൽ വിളവെടുക്കുവാൻ ആളില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് വചനം പറയാനും വേദികളിൽ പ്രസംഗിക്കാനേ ആൾക്കാരുള്ളൂ. പക്ഷേ ഇരുട്ടുമുറിയിൽ കതകടച്ച് ജനത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഇരുട്ടെന്ന് മറിഞ്ഞ് തമ്പുരാന് വേണ്ടി മധ്യസ്ഥം പറയാനോ നമുക്കൊന്നും പറ്റുന്നില്ല. അത് 5 താലന്ത് കൊടുത്തവൻ അവൻ 5 കൂടെ കൊടുത്ത് അനേകർക്കത് വ്യാപാരം ചെയ്ത് കൊടുത്തു. അതാണ് അതിൻ്റെ ഉടയം വന്നപ്പം ഞാൻ 5 എണ്ണം എടുത്ത് 5 എണ്ണം കൂടെ കൊടുത്തു, 5 എണ്ണം കൂടെ ഉണ്ടാക്കി. അന്നേരം അദ്ദേഹം പറഞ്ഞ്, ഇഷ്ടമുള്ള നീ താലന്ത് നീ കൊടുത്തല്ലോ. അദ്ദേഹത്തിന് സന്തോഷമായി. ഇത് ആരാ ഉദാഹരണം പറഞ്ഞത്? ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത്. താലന്തുകളെ നമ്മൾ കൈമാറ്റം ചെയ്യണം, താലന്തുകളെ പോഷിപ്പിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയുള്ളവരാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം നിറയുമ്പോൾ അനേകർക്ക് താലന്തുകൾ കൊടുക്കേണ്ടവരാണെന്ന് അനേകരം പ്രാർത്ഥിക്കാം. അതുപോലെ പ്രസംഗിക്കാൻ കഴിവുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ കഴിവുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം നമുക്ക് താലന്തുകളെ തന്നിട്ടുണ്ട്. നമ്മൾ താലന്തുകളെ പൂഴ്ത്തി വെച്ചേക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞ കാര്യം, നമ്മളൊരു സാധനം എടുത്ത് അലമാരിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പുകയറയും പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അത് നമ്മൾ വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അങ്ങനെ എത്ര വർഷം മുമ്പ് അതുപോലെ ഇരിക്കും. നമ്മൾ ഒരു സൈക്കിളാണെങ്കിലും ഒത്തിരി നേരം ആക്കിയിട്ട് അത് അവിടെ വെച്ച് തുരുമ്പ് പിടിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളിലെ ക്ലാവ് പിടിക്കും. ഈ സോപ്പ് കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണേ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അഭിഷേകം കഴുകുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ കൂടി അനേക വ്യാപാരം ചെയ്യും. 2 ഉള്ളവൻ 2 കൂടെ ഉണ്ടാക്കി. അന്നേരം അദ്ദേഹം അതിൻ്റെ ഉടയക്കാരൻ വന്ന് പറഞ്ഞ് അവന് സന്തോഷമായി. പക്ഷേ 1 ഉള്ളവൻ അവൻ കുഴിച്ചിട്ടു. എന്നാലും ദൈവം നമ്മുടെ വചനങ്ങളെല്ലാം ഇന്ന് കുഴിച്ചിടും. ഇന്ന് ഈ ബൈബിൾ കൂടി ഒരു വചനത്തിന് അനേകായിരങ്ങൾ അർത്ഥങ്ങളുണ്ട്.
ഈ അർത്ഥങ്ങൾ വിവരിച്ച് മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ എത്ര നല്ലതാണ് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. ഇന്ന് മനുഷ്യന് എന്ത് വന്നാലും സമാധാനമില്ല, സന്തോഷമില്ല. എന്താ അടിസ്ഥാനം തെറ്റായി പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ താലന്തുകളെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല. 15 വയസ്സിൽ ചെയ്യേണ്ടവൻ 60ാമത്തെ വയസ്സിൽ ചെയ്താൽ മതിയോ? 15 വയസ്സുള്ളവൻ 15 ദിവസം ആ 15 വയസ്സിൻ്റെ ജോലി ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്ക് കാണിക്കണം. കാണിച്ചു കൊടുക്കുമ്പോഴാണ് മക്കളെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് സകല ശിക്ഷകളും ഞാൻ സൂക്ഷിച്ചാണ് വിശ്വസിക്കുന്നവൻ സ്ഥാനമേൽക്കണം. ആ വിശ്വാസം കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് കുതിക്കേണ്ടത്. എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റും? ദൈവത്തെ ഒരു താലന്ത് നമുക്ക് തന്നാൽ അത് വീണ്ടും പ്രയോജനപ്പെടുത്തുക. ജോൺ ജേക്കബിന് താലന്ത് തന്നു. അനേക കഷ്ടങ്ങളും പ്രയാസത്തിൽ കൂടിയാണ് ഞാൻ നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ വിടും. പക്ഷേ ദൈവത്തിൻ്റെ മാറോട് ചേർക്കുന്ന സ്നേഹം നമുക്ക് കിട്ടുമ്പോൾ ഈ സഹനങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെത്തുമ്പോൾ നമ്മൾ സഹനമാകുന്ന തീച്ചൂളയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. തീച്ചൂളയാണ് ദൈവത്തിൻ്റെ സഹനം. ആ തീച്ചൂളയിൽ കൂടി നടന്നു പോകുമ്പോൾ അത് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ പറ്റും. അതുപോലാണ് താലന്തിൻ്റെ കാര്യം പറഞ്ഞത്. 5 ഉള്ളവൻ 5 കൂടെ ഉണ്ടാക്കി, 2 ഉള്ളവൻ 2 കൂടെ ഉണ്ടാക്കി, 1 ഉള്ളവൻ കുഴിച്ചിട്ടു. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലോ. ഇന്ന് കുഴിച്ചിടുക, നല്ല കാര്യങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പന്ന കാര്യങ്ങൾ. ഇന്ന് ആരോടും പറയടാ മോനെ, പണ്ടൊരു അമ്മച്ചി ഒരിക്കൽ പറഞ്ഞു, വെള്ളം കോരി ഒരു അമ്മച്ചി ഒരു പൈപ്പ് ലൈൻ്റെ അവിടെ വന്നു. ഭർത്താവ് ഏതോ ചെന്ന് ഭാര്യയുടെ ഭർത്താവ് ചെയ്ത കാര്യം ഒരാടിനെ തല്ലിക്കൊന്ന് കുടിച്ചിട്ടു. ഭാര്യയ്ക്കൊന്ന് പറഞ്ഞു ആരോടും പറയില്ലെന്ന്. ഇല്ലച്ചാ ഞാൻ ആരോടും പറയത്തില്ല. ഈ പറഞ്ഞത് മാത്രം ഈ അമ്മച്ചി വെള്ളം കോരാൻ ആ പൈപ്പിൻ്റെ ചവിട്ടി പോയ സകലമാന ആൾക്കാരൊരിക്കലും പറഞ്ഞിട്ട് പോലീസ് വന്ന് കയ്യാമം വെച്ചുകൊണ്ട് ഭർത്താവിനെ കൊണ്ടുപോയി. നീ എന്തിനാടി പറഞ്ഞതെന്ന് പറഞ്ഞു. അത് തൊണ്ടി കുഴിച്ചെടുത്തപ്പോൾ ഇതാ കണ്ടത് ആടിൻ്റെ തോല. അന്നേരം സ്വന്തം ഭാര്യയുടെ പറഞ്ഞു നീ ആരോടും പറയില്ലേ എന്ന് പറഞ്ഞു. വേണ്ടാത്ത കാര്യം ആരോടെങ്കിലും പറയില്ലേ എന്ന് പറഞ്ഞാൽ 100 അറിയും. വേണ്ടുന്ന കാര്യം ആരെങ്കിലും അറിയുന്നുണ്ടോ? വേണ്ടുന്ന കാര്യം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ ആരുമില്ല. പന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് കൊണ്ടാണ് പറക്കുക എന്ന് പറഞ്ഞാൽ താലന്തുകളെ നമ്മൾ കുഴിച്ചിടാതെ ദൈവത്തിൻ്റെ ഫന്നിൽ എത്തിക്കുവാനുള്ള കൃപ നമുക്ക് കൊടുക്കണം. വിശ്വസ്തനായ വൃത്തിയ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽക്കും. നിന്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്നു പറഞ്ഞു, യജമാൻ പറഞ്ഞു കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പകാര്യങ്ങൾ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽക്കുന്നു. അന്നേരം ദൈവം തമ്പുരാൻ നമ്മളെ പല കാര്യങ്ങളും പരമേൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാതെ പോകുന്നത്, നമ്മൾ മറന്നു പോകുന്നത്. നമുക്ക് വേണമെന്ന് വിചാരിച്ച് പല കാര്യം തമ്പുരാൻ ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. ദൈവം തമ്പുരാൻ്റെ വചനത്തിൽ നിന്ന് ഉറച്ച് ഇരിക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ബൈബിൾ വന്ന് വായിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അസ്വസ്ഥയും പ്രശ്നവും കാര്യങ്ങളും. പക്ഷേ ദൈവം തമ്പുരാൻ്റെ വരം ലഭിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റും. ആ വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിരന്തരം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൃപ കിട്ടും. നമ്മൾ നിരന്തരം 2 താലന്ത് കിട്ടിയവൻ അതാക്കി. എന്നാൽ വൃത്തിയ അല്പകാര്യങ്ങൾ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു. നിന്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ യജമാനെ നീ വിതയ്ക്കാത്തിടത്ത് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നത് കഠിന ഹൃദയനാണെന്ന്. നമ്മൾ ഹൃദയം കഠിനമായി പോയി. തമ്പുരാനാണ് പറഞ്ഞത് കഠിന ഹൃദയമായി മനുഷ്യൻ. മൃഗങ്ങൾക്കൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും മൃഗങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് മുട്ട പൊരിച്ച് ആഹാരം കഴിക്കാം, ഇന്ന് ഡള്ളപ്പിൻ്റെ മെത്തേ കയറി കിടക്കാം, നാളെ നമുക്ക് അല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉഴുന്ന വട കഴിക്കാം, ഇന്ന് ബിരിയാണി ഡം ബിരിയാണി ഇതുവല്ലം തിന്നണമെന്ന് പറയുന്നുണ്ട്. അതിന് വീണ്ടും വിചാരമില്ല. ഇന്ന് മനുഷ്യൻ മൃഗത്തിനേക്കായി കഷ്ടമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകൾ നമ്മൾ ഒരിക്കലും അത് തിരിഞ്ഞു നോക്കാതാണ് നോക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഇനിയുള്ള കാലങ്ങളൊക്കെ നമുക്ക് സമാധാനമില്ലാത്ത കാലങ്ങളാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിശ്വസ്തനായിട്ട് 2 ഉള്ളവൻ 2 കൂടെ ഉണ്ടാക്കി ഒന്ന് കുഴിച്ചിടുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കട്ടെ. ദൈവമേ, ഇന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നല്ലവനായ സ്വർഗപിതാവേ, ഈ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, തന്ന നിമിഷങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളെ ഓരോരുത്തരും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ്, നിൻ്റെ കരങ്ങൾ ദൈവമേ ഇവരിൽ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇടപെട്ട് ദൈവമേ അനുഗ്രഹിക്കണം കർത്താവ്. ഇന്ന് അനേക രോഗങ്ങൾ പറഞ്ഞ് അനേക മക്കൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് കർത്താവ്. അവരെല്ലാവരും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന പറ്റ. കടവാതിൽ കിടക്കുന്ന അനേക മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പറ്റ. ദൈവത്തിൻ്റെ അഭിഷേകം ഇവരുടെ മേൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ഈ രാത്രി ഈ പകൽക്കാലം ദൈവമേ ഇന്ന് ഈ വേള തന്നതിനായി നന്ദി പറയുന്ന കർത്താവെ, ദൈവത്തെ അപ്പറ്റ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഇവരുടെ മേൽ നീട്ടപ്പെടണമെന്ന് കർത്താവെ. ഈ ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
ദൈവമേ അവരെ നോക്കുവാൻ ആരുമില്ലല്ലോ അപ്പച്ച. ദൈവമേ ചീഞ്ഞളിഞ്ഞ് വാടയെടുക്കുന്ന ലാസറിനെ ഉയർത്തി കർത്താവേ, ഈ മക്കൾ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അനുഗ്രഹിക്കണേ, പ്രാർത്ഥിക്കണേ കർത്താവ്. കടബാധയിൽ കിടക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എയ്ഡ്സ് മെൻ്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനാഥകരെയും വിധവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടബാധയെ മുടിഞ്ഞു കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തകർന്നടിഞ്ഞതായ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു പ്രാർത്ഥിച്ച. ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്തിൽ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിന് അടിമയായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇടവണ്ണം പരിശുദ്ധാത്മാവ് അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പറ്റ. ദൈവമേ ജോലിയില്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു നേരത്തെ ആഹാരമില്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലോർത്ത് ഈ ദേശം പരിസരവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. ദൈവമേ ജാതിമതഭേദമെല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആരെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് യേശു നാമത്തിൽ തന്നെ ആമേൻ.